ഓക്കെ ഓക്കെ അപ്പോൾ റെഡി വിടും ദേശത്തോടു കൂടി ഒന്നുകൂടി 10 കില്ലിന് മേളിലെടുത്താൽ ഒരു കില്ലിന് 500 റുപ്പീസാണ് ചലഞ്ച്. സത്യം പറയാലോ നിലവാരം വളരെ താഴോട്ടാണ് നമ്മൾ അതെ ട്രിക്കി. നീ ഇപ്പൊ അവിടെ നോക്കിയിട്ടുണ്ട് മറ്റേ കിടിലെന്നാണോ വിചാരം? നമ്മളെ വേറെ ടീം അടിച്ചോണ്ടാണ് നമ്മൾ ചത്ത കേട്ടാ. നമ്മളെ അമ്മരൊന്നും അല്ല അടിച്ചത്. നീ കാര്യം അറിയാൻ സംസാരിക്കരി അത് കണ്ട കേട്ടാ. നമ്മൾ കവർ ചെയ്യാനാണ് കളിച്ചത്. അവിടെ അതിൻ്റെ വേറെ ടീം ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. നിനക്ക് പറ്റോ ഇതുണ്ട്? എന്റെ ESP ഒന്നും ഇല്ല, എനിക്കറിയാൻ പറ്റൂല. മനസ്സിലായ ഈ കളി നെക്സ്റ്റ് 4 മാച്ച് റൊമാൻസ് ആണ്. എന്താ ഇന്നത്തെ സജഷൻ ജനഗണമന ഒന്ന് പാടിയേക്കുന്ന സ്ട്രീമർ അങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞ് ദേഷ്യത്തോടുകൂടി ചലഞ്ച് തീർക്കാനാണ് ഈ കളിയും പറ്റിയ നെക്സ്റ്റ് മാച്ച് റൊമാൻസ് എന്ന് പറഞ്ഞത്. അത് ഇന്നത്തെ സജഷൻ ജനഗണമന ഒന്ന് പാടിയേക്കുന്ന. എടാ അതല്ല, അത് മറ്റത് വേറെ ഇതല്ല. മറ്റേ ഇതിലിടുന്നത് പാട്ട് മറ്റേ ഇതിലിടണമെന്നല്ല. പറയുന്നത് മനസ്സിലാക്കിയ ഇങ്ങോട്ട് പറയണ്ട. ഞാൻ കുറെ നാളായിട്ടൊക്കെ ഇറക്കി എന്നെ ഇറക്കാൻ പഠിപ്പിക്കണ്ട എന്നെ കേട്ടാ. ഞാൻ തന്നെയാണല്ലോ എത്ര ആളിറക്കി. എന്തിനാ പിണ്ടച്ചി എന്താ പറഞ്ഞത്? നീ വല്ല പറഞ്ഞ നീ നിന്റെ കുണഭാഷ എന്റെ സംസാരിക്കണ്ട. നിന്റെ കുണഭാഷ എനിക്ക് കേൾക്കണ്ട. വിപ്സി നിന്നെ ഫോളോ അടിക്കാനായിട്ട് നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കണം. അതല്ല നിനക്ക് ദേഷ്യം വരുന്ന ദേഷ്യം വരുന്നുണ്ടോ പറയണ. ദേഷ്യം വരുന്ന നിന്റെ ദേഷ്യം നീ കഴിച്ചാൽ നിന്റെ അച്ഛന്റെ കൂടെ എന്റെ അടുത്ത് കാണിക്കില്ലേ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. തല്ലാൻ തോന്നുന്നുണ്ട്. മിക്കവാറും തല്ല് കാണും. മിക്കവാറും കഴിഞ്ഞിട്ട് കൂട്ടത്തല്ലാണിത്. എന്തൊരു അലപ്പ് ഇതൊക്കെ. അലക്കാണ് കേട്ടോ. ചെവി കയറുന്ന ഇതാണ് വണ്ട. ചെവി കയറുന്ന മൂളയാണ്. മാസം ആ മൂടി വെക്കാനായിട്ട് നിന്റെ അച്ഛന്റെ പൈസ തന്നിട്ടില്ല. അത് എന്റെ മനസ്സിലായി. ഔദാര്യത്തിന് കിട്ടിയല്ല. എന്റെ വായ എപ്പോ തുറക്കണ എനിക്കറിയാം. ഔദാര്യത്തിന് കിട്ടിയതല്ല. കിടിക്കല്ലേ. എനിക്ക് കൊണക്കണി എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും ഇത് പുറകുറുക്കുന്ന കളവന്മാരെ പോലെ ഇരുന്ന് അല്ല പറഞ്ഞ. ഞാൻ അവരോട് സംസാരിക്കുന്നത് നീ എന്തിനാ ഇടപെടുന്ന പറയും. ഞാൻ നിന്റെ സംസാരിക്കുന്നതിന് റിപ്ലൈ തന്നാ കേട്ടോ. അവന്റെ അടുത്ത് പറഞ്ഞാ പറയണ മലയാള ഭാഷ എന്താണ് പഠിക്കാനല്ല അവിടെ ഇരിക്കുന്നത്. PUBG കളിക്കാനാണ് ഇരിക്കുന്നത്. ആദ്യം എന്നാലും കില്ലിടാം അങ്ങോട്ട് വർത്താനം പറയാതെ. ഓട്ടിനിറങ്ങും മാത്രം ഓടിപ്പോയി കൊല്ലാതെ നടക്കും. അല്ലാതെ എന്തിന്റെ പരിപാടി നടക്കും ഇവിടെ. നീ പോയി കില്ലിട്. എന്നിട്ട് എന്തൊരു അത് കില്ലാണെന്ന് പറഞ്ഞാ എന്നാ പിന്നെ ബോട്ടിൽ വെച്ചിട്ട് ഒരു ബോട്ടിൽ ലോബി നിന്ന് ഇടാം. എന്നാ പിന്നെ ഇവരെ കാണുന്നവർക്ക് അതെ അതെ അതെ. അതുകൊണ്ടാണ് ട്രിക്കിനെ ആഡ് ചെയ്തത്. ഇപ്പൊ മനസ്സിലായില്ലേ? ബോട്ട് ലോബി കിട്ടാനായിട്ട് നിനക്ക് അടിക്കാനായിട്ട് ആൾക്കാർ. ഞാൻ കളിച്ചപ്പോൾ ബോട്ട് ലോബി വരുന്നില്ലായിരുന്നു. ട്രിക്ക് ഏകദേശം കിട്ടുന്ന. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ആഡ് ചെയ്തത്. നിനക്ക് അങ്ങനെ നിനക്കില്ലെങ്കിൽ നീ കാണിച്ചോ? നീ കാണിച്ചോ? നീ അതിന് എണ്ണി കാണിച്ചോ? എന്നിട്ട് ഇനി കാണിച്ചിട്ട് മതി. ഈ കളി തിരുന്നിട്ട് നീ എണ്ണ കേട്ടോ. എണ്ണിട്ട് മതി. എണ്ണ മൊത്തത്തിൽ ഇരുന്നാണ് കറക്റ്റ്. ഞാനും എണ്ണ നീ എണ്ണും കേട്ടോ. നീ എണ്ണ തെറ്റിപ്പോയത്. കറക്റ്റ് എണ്ണി കൊടുത്തിട്ടേ പോകാം കേട്ടോ. എനിക്ക് ഈഗോ ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ കഴിവില്ലാത്തവരുടെ മുമ്പിൽ എനിക്ക് എന്റെ ഈഗോ കാണിക്കേണ്ട ആവശ്യമില്ല. കഴിവുള്ളവരുടെ എന്താ ഇഷ്ടപ്പെട്ടത്? പിന്നെ പറയുന്നതൊന്നും മറ്റേ എല്ലാ കഴിവുള്ള ആളാണെന്ന് തോന്നുമല്ലോ ഇയാൾക്ക് എല്ലാ കഴിവുണ്ട്. നമ്മള് മാത്രം കഴിവില്ലാത്തവര്. കൊള്ളാലോ അത്. കുറ്റമാണ്. എന്താ നീ മാറ്റി തരൂ? കുറ്റം മാറ്റാൻ നീ ആര് പുണ്ടച്ചി വന്നേക്കുന്നത്? കുറ്റം പറയാതെ പോടാ പുണ്ടച്ചി ഇറങ്ങി. നീ കുറ്റം പറയാത്ത അവന്റെ അണ്ണ കൊറേ നേരം എന്ത് പറഞ്ഞാലും അണ്ണാന്ന് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ. പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് കളിയുടെ കാര്യത്തിൽ. 10 കില്ലെടുക്കണമെന്ന് പറഞ്ഞതൊന്നും ഇവിടെ ശ്രദ്ധിക്കത്തില്ല. ഇവിടെ ഞാനൊന്നും അല്ല നോക്കായത്. ഞാനൊരു നോക്കിട്ട് കഴിഞ്ഞ കളി. അപ്പഴത്തേക്ക് ഇതാണ് നിങ്ങൾ പുഷ് ചെയ്യാൻ പോലും പറ്റിയത്. ഞാൻ കഴിഞ്ഞ കളി ഫസ്റ്റ് നോക്കിട്ട് വന്നു. നോക്കായ റിവൈവ് ടീമിന്റെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണം വേണ്ടേ? ആകെ റിവൈവിംഗ് ആണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. വേറൊരു കാര്യം ചെയ്യത്തില്ല. തിരിച്ചു വന്നിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടെങ്കിലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവിടെ ടീമിനെ വൈപ്പ് ചെയ്യുന്നതിനായിട്ട് എന്താണോ നല്ല അതാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിപ്പോ അതാണ് നല്ല ഏതാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഞങ്ങൾ റിവൈവ് ആക്കിയാൽ കുറച്ചുകൂടി നല്ലതെന്നുകൊണ്ട് പറഞ്ഞു. അതിനെന്താണ് ട്രിക്കിനെ കൊണ്ടൊന്നും നടക്കൂല. പറ്റുന്നവരെ കൊണ്ടല്ലേ കളിപ്പിക്കാൻ പറ്റൂ. വിശ്വാസമുള്ളവരെ കൊണ്ടാണ് പറയിക്കുള്ളൂ. അല്ലാതെ എല്ലാരും കൂടി ഇരുന്നിരുന്ന് പിന്നെ അല്ലാതെ
അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളൊക്കെ ഒരു ടീമായിട്ട് കളിക്കുന്ന കളിയാണ്. അതിന്റെ അകത്ത് സ്വന്തമായിട്ടുള്ള കുറവുകളൊക്കെ പറയുമ്പോഴത്തേക്ക് നീ കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കാരണം നിന്നെ ഞാൻ എന്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയാണ്. ഇല്ല എനിക്ക് കേൾക്കണമെന്നില്ല. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. മനസ്സിലായില്ലേ? അത് ഉത്തരവില്ലാതെ ആകുമ്പോഴത്തേക്ക് താഴത്തെ കളിച്ചു വിടും. മനസ്സിലായില്ലേ? ഉത്തരവില്ലാതെ ആകുമ്പോൾ താഴത്തെ കളിച്ചു വിടൂടാ. മനസ്സിലായല്ലോ? അത് മനസ്സിലാക്കിയാൽ മതി. അതൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇത് എന്നിട്ട് പറയുന്നത് നമ്മള് വല്ല പറയണേ നമ്മളെ വലിയ ലീഗ് ഒന്നും ഒരു മുദ്രവ് കുത്തി വെച്ച് തരും. അല്ലാതെ സ്വന്തത്തിലുള്ള ലീഗ് ഒന്നും അവർക്കൊന്നും പറയില്ല. ജാതി മനുഷ്യരൊക്കെ എന്തൊരു പറയാൻ. നിന്റെ അപ്പോളജി പറയാൻ നീ ആര് പ്രിൻസിപ്പൽ പോടാ. എന്റെ അപ്പോളജി പറയാൻ വന്നേക്കുന്നത് അപ്പോളജി പറയാൻ. എന്റെ പട്ടി പറയാം അപ്പോളജിന്റെ അടുത്ത് അപ്പോളജി വരും തരാം അപ്പോളജി. അപ്പോളജി വേണം അത്ര അപ്പോളജി ആണല്ലേ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അച്ഛന്റെ അടുത്ത് സംസാരിക്കുന്ന ഭാഷ നിന്റെ അടുത്ത് സംസാരിക്കുന്ന 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും അത് കൂട്ടരുത്. എന്നെ കൊണ്ട് പറഞ്ഞു വീണ്ടും 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 ആ രീതിയിലാണ് സംസാരിക്കരുത്. പിറുപിറുക്കല്ലേ എന്ന് എന്തിനാണ് ഇത് പിറുപിറുക്കല്? നീ എന്തിനാണ് നിന്റെ അടുത്ത് നീ തീർക്കാത്ത ചലഞ്ചിന്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇരുന്ന് എക്സ്ട്രാ കളിക്കേണ്ട പാതിരാത്രി കഴിവേറി. നീ എന്നെ ഉപദേശിക്കല്ലേ? സമയത്ത് കാലത്ത് വരത്തുമില്ല. മറ്റേ കല്യാണത്തിനും കണ്ടെടുത്ത് വഴിവിടാനും പോയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ഉപദേശിക്കുന്നു. അപ്പൊ പിന്നെ അത് അപ്പൊ പിന്നെ ഇപ്പോഴൊരു കല്യാണം കൊച്ചിറക്കാനെന്നാ? എന്ത് കൊച്ചിറക്കാൻ? എനിക്ക് അത്ര കൊച്ചായിട്ടൊന്നുമില്ല. മോളെ എക്സ്റ്റൻഡ് കൊണ്ട് വേറെ ആരുടെ അടുത്ത് വെച്ചോ. കൊച്ചാണെങ്കിൽ പിന്നെ കൊച്ചുങ്ങളെ പോയി കളി കളിക്കണ്ട, നിർത്തിപ്പൊക്കോ. വേറെ വല്ല പരിപാടിക്കോ ഗെയിം കളിക്കണ്ട. സത്യം വഴിന്ന് മാറിക്കൂല. കേറി എല്ലായിടത്തും വഴി മുടക്കി ഒരു ശല്യം. ശല്യമായി തുടങ്ങി. ലാസ്റ്റ് എല്ലാരും ശല്യമായി തുടങ്ങി. കളിക്കാനൊക്കെ ഇച്ചിരി ഇമ്പ്രൂവ് ആയപ്പോഴത്തേക്കും അഹങ്കാരം. നീ കുനിഞ്ഞു നടന്നോ? കുനിഞ്ഞാണോ? എന്റെ അണ്ണ ഇപ്പൊ അപ്പൊ ഇനി നെക്സ്റ്റ് വന്നു. ഗിമാരു താങ്ക് യു ഫോർ ദ 10 സൗദി റിയാൽസ്. താങ്ക് യു. 10 സൗദി റിയാൽസ് എനിക്ക് നന്ദിയുണ്ട് ഇതിന്റെ അടുത്ത് കേട്ടാ. നാളെ അടുത്ത മാസം നീ വരണം കേട്ടല്ലേ? തെറ്റിയാണ് സ്വഭാവം. ആരാ അപ്പന്റെ സൗണ്ട് ആണ്ടല്ലേ? അപ്പൊ അറിയാം ഇത്ര വൃത്തികളായിരുന്നു. അപ്പൊ എനിക്കിവിടെ ചലഞ്ചാണ്. ആൾക്കാരൊക്കെ ജീവിതത്തിലേക്ക് മൊരട്ട് തന്നയുടെ കുട കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ മൊരട്ട് തന്നയുടെ കുട നിരക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം പറയാനേ നിന്റെ മൊരട്ട് തന്നയുടെ കുട നിരക്കും കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് നീ ഒരു മൊരട്ടാണ് ഉള്ള കാര്യം പറയാല്ലേ. ജീവിതത്തിൽ ഇത്ര മൊരടായിട്ടൊരു മൊരട്ട് സോങ് കഴിക്കുന്ന ഒരു പെണ്ണിന്റെ ജീവിതത്തെ കണ്ടിട്ട് നീ എന്തെങ്കിലും നന്നാവും. നിനക്കിത് മാറ്റിക്കൂടെ? നിന്റെ സോങ് മാറ്റി നന്നായക്കന്റെ എത്ര നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. ഈ മൊരട്ട് സോങ് കൊണ്ട് നീ ഇല്ല പ്രസംഗമല്ല. എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വണ്ടി കയറ് ഇണ്ടാറാ വണ്ടി ഇരുന്നാ മതി. നീ നിന്റെ കുണക്കോളം എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞതേ ഞാൻ കളിച്ചോളാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. എനിക്ക് എന്റെ കാണിൽ കാണുന്നത് ഞാൻ സോളോ കളിക്കും. സോളോ ആണല്ലോ ഇപ്പൊ കളിക്കുന്നത്. സോളോ തന്നെ. എനിക്ക് എന്നോട് വിക്സി മാത്രം കളിക്കണമെന്നേ ഉള്ളൂ. ഞാൻ ഡുവോ കളിച്ചോളാം. എനിക്ക് ചലഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. അല്ലല്ല എനിക്ക് ഡുവോ കളിച്ചോളാം. ഞാൻ ഡുവോ കളിച്ചോളാം. ഇവിടെ ആളുണ്ട്. പറ്റുമെങ്കിൽ അടി വായ്ത്തളം വിടാതെ വരുന്നു. ഫ്രണ്ടിൽ ഇവിടെ വണ്ടി നിർത്തി. ഇവിടെ നോക്കായിട്ട് എന്നെ റിവൈവ് ചെയ്യാൻ വിളിച്ചാലാണ് എന്റെ സ്വഭാവം മാറുന്നത്. ഇല്ല ബാക്കിൽ അടിക്കുന്നതിനായിരുന്നു നിന്റെ ഉപ്പായ. കുടുംബക്കാർക്ക് വിളിക്കുമ്പോ ഒരു സന്തോഷം കിട്ടുമല്ലോ. എനിക്ക് സന്തോഷം കിട്ടും. എനിക്ക് നല്ല മോശം എനിക്ക് പഠിപ്പിച്ചു തരണ്ട. എനിക്ക് ഇഷ്ടമുള്ള ചുമ്മാ ഇതെവിടെ നിന്ന് പീക്കുന്നതെന്ന് പറഞ്ഞു തരുമോ ഒന്ന്? ഞാൻ അടിച്ചോളാം. സോളോ അല്ലേ കളിക്കുന്നേ? നോക്ക് പിന്നെ ഒന്നും മാറിയില്ല. ഇത് 4 ഫ്രണ്ടിൽ കിടന്നു ഇതായിട്ട് എന്തൊരു. ഞാനിപ്പുറത്തെ വീട്ടിലാണ്. ധൈര്യം ഉണ്ടെ പീക്കടാ കഴിവറോനെ. ഒരു വട്ടം ധൈര്യം കാണിച്ചു. ഒന്നുകൂടി ധൈര്യം കാണിച്ചു. വേറെ ഹോബീസ് വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കേ. ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടെ. ഒരു ശബ്ദം കേട്ടാ. ഇവിടെ നിർത്തി. ഇവിടെ നോക്ക്. എന്റെ ഇവിടെ നോക്ക്. എവിടാ? ഇവിടെ ബ്ലൂ.
മാർക്കില്ലല്ലോ. മാർക്കൊക്കെ ആയി കണ്ണുണ്ട് എന്താ ഈ ആദ്യമേ നോക്കായി ആയിത്താളം മാത്രം ഒന്ന് പോയി പൊക്കുക. കൂടെ ഒരു ഷണ്ടനെ നിർത്തിയിട്ടുണ്ടല്ലേ പൊക്കാരായിട്ട്, അവനെ കൊണ്ടുപോകും. ഇപ്പൊ ആരാണ് പൊക്കുന്നത് നോക്ക, അവനാണോ ആള്? എന്തിന് എടാ ഇവൻ നോക്കത്തൊന്നും ഇല്ലടേ, ഇവൻ പേടിച്ചു കൂറിയുള്ള കാര്യം പറയല്ലേ. നീ പോയി പുഷ് ചെയ്യ, നീ അത്രയൊക്കെ അങ്ങ് പുഷ് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്യട്ടെ. നമുക്കാണ് കില്ല് വേണ്ട, നമ്മള് പുഷ് ചെയ്യണം. നീ ഇവിടെ നിറങ്ങി, നമ്മള് പോയിട്ടാ. നീ അവിടെ കവർ ട്രിക്ക് ഇറങ്ങി കവർ ഓ എന്റെ ആളെ ഇവനെയൊക്കെ കവർ കവർ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ മറ്റേ തന്റെ കവർ എത്ര അടിച്ചാവ എന്നെ പറയുന്നു. C4 ഞാൻ ഒട്ടിച്ചോട്ടെ, ഒന്ന് മാറോ? ഒന്ന് വേണ്ട C4 ഒന്നും വേണ്ട, ചുമ്മാ ഇവിടെ ഫൈറ്റ് ഇല്ല ഫൈറ്റ് എടുക്കുക. എന്തിന് C4ന്റെ ആവശ്യം ഇവിടെ? നമ്മൾ കില്ലെടുക്കാനല്ലേ വന്ന, അപ്പൊ പിന്നെ C4ന്റെ ആവശ്യം എന്തിനാണ്? ഈ സെൽഫിഷ് കൈൻഡ് ഓഫ് ഗെയിം പ്ലേ എന്റെ ടീമിൽ ഇറക്കാല്ലേ പ്ലീസ്. ഇങ്ങനെയുള്ള ഇഷ്ടമല്ല. ഇത് നോക്ക് ഇതൊക്കെ കാരണം എന്തൊക്കെ മനുഷ്യന് നഷ്ടം ഉണ്ടാവും നോക്കിക്കോണേ. C4 ഒട്ടിച്ച് ബാക്കിയുള്ളവരെ കൊല്ലിക്കാനായിട്ട് ഉപദ്രവിക്കരുത്, ഇങ്ങനെ ഉപദ്രവിക്കരുത്. എണ്ണം തോടെ ഇത് വലിയ ഉപദ്രവമാണ് ഈ ടീമിനോട് ഉപദ്രവം ചെയ്യുന്നത് ഇങ്ങനെ ഇതൊക്കെ വെച്ച്. പത്തല്ലേ 11 വയ്ക്കും നിന്റെ ബാക്കിൽ ആള് വേസ്റ്റും പോയി. കഷ്ടം ഇത് ശല്യം പിടിക്കാനായിട്ട്. എന്നോട് മുണ്ടായിട്ടിരിക്കാൻ പറയാൻ തൂക്കോനെന്ന് കേട്ടില്ലേ? നിങ്ങൾ ആരാണെന്ന് ഹിന്ദി അറിഞ്ഞൂടാ എന്റെ, അതാണ് അവൻ ചോദിച്ചത്. നല്ല തമാശ കേട്ടാ. എല്ലാരും ചിരിച്ചു കൊടുത്താന്ന്, എല്ലാരും ചിരിച്ചു കൊടുത്തു. അളിഞ്ഞ സാധനം ചിരിച്ചു. 10 കില്ല് എടുക്കണം. കഥ പറയാതെ വണ്ടി ഇടും. 38 ഇലവേ ഉള്ളൂ. ഓ ശരി മനസ്സിലായി. വണ്ടി ഇടുക. ആ എവിടെയാണോ ഒന്ന് പറയെങ്കിലും ചെയ്യും. ഓറഞ്ചാ എന്തിന് കാണിക്കുന്നത്? വണ്ടി നിർത്ത്. റെഡ് സോൺ ആണെങ്കിൽ എന്ത്, നീ ഇറങ്ങ വണ്ടി, നീ ഓടിക്കണ്ട. സാറാ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പോണ്. എനിക്ക് ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഉണ്ടെങ്കിൽ നീ വാപ്പാട് വണ്ടി ഓടിച്ചിട്ട് കിടന്നാ. ഈ വണ്ടി ഓടിക്കണ്ട. വാപ്പാട് വണ്ടി ഓടിക്കാൻ ലൈസൻസ് വേണ്ടേ? നിന്റെ വാപ്പാടെ വണ്ടി ലൈസൻസ് ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള എല്ലാവർക്കും ഓടിക്കാനായിട്ട്. നിന്റെ വാപ്പ ആര് ഇവിടുത്തെ മറ്റേ മെയിനാ ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കാൻ. മാത്രം പറയാം. എന്തിനാണ് ഈ വണ്ടി ഇരുന്നൊക്കെ നീ വലിയ കളി കളിക്കുന്നത്? അത് വണ്ടി ഇരുന്ന് അടിക്കുന്നതിന് പയ്യെ നിർത്തിയിട്ട് അടിച്ചുകൂടെ? ലോ ആണേ വണ്ടി ഉണ്ട്. എന്നെ കൊണ്ട് എന്തിനാണ് ഗുണം? പോയി റിവൈവ് പോ. എവിടെ വരുന്നേ? നോക്കി കണ്ടാ കളിയല്ലേ അവൻ അറിയും. ഒന്ന് റിവൈവ് പോലും ചെയ്യാൻ പറ്റത്തില്ല. എന്തൊരു മനുഷ്യരാണോ? ഞാൻ ഇനി കളിയില്ല. തിരിച്ചായിരുന്നു ഇപ്പൊ കണ്ടോണം. തിരിച്ചായിരുന്നെങ്കിൽ ഞാൻ ഒരു സ്മോക്ക് ഇടാൻ അറിയത്തില്ലേ സരക്കിന്? ചലഞ്ചൊക്കെ ആയിക്കോട്ടെ, ഒരു സ്മോക്ക് ഇടാൻ അറിയത്തില്ലേ? ഇത് ഈ ട്രിക്കി എന്താണ് ചെയ്തോണ്ടിരുന്നത്? ട്രിക്കി എന്തിനാണ് ചെയ്തോണ്ടിരുന്നത്? ഞാൻ ചോദിക്കുന്നത് ട്രിക്കി
അപ്പൊ ഞാനാരാ ഇപ്പൊ ഉണ്ടച്ചി എന്റെ ബോഡിയുടെ അടുത്ത് റീകോൾ ചെയ്തൂടെ നിനക്ക്? അവിടെ ആരിയിരിക്കുന്നത്? നിന്റെ വാപ്പ ഇരിക്കുന്നത് അവിടെ എവിടെയൊക്കെയാണ്? എന്നെയൊക്കെ ചതിച്ച് കൊല്ലിച്ച് ഇപ്പൊ അവരൊക്കെ രക്ഷപ്പെട്ടു. ചതിച്ചു കൊള്ളിച്ചത് എങ്ങനെയാണ്? ഒരു സ്മോക്ക് ഇടാൻ പറയുന്നത് എങ്ങനെയാണ് ചതിന്നൊന്ന് പറയുമോ സരക്ക്? എനിക്കിതൊന്ന് കേക്കണ്ട, എന്നെ ഒന്ന് വിട്ടേരെ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നോളാം. ചത്തത് ഞാനങ്ങ് സഹിച്ച്. എന്റെ അണ്ണനെ വീട് എടാ പോടാ വിളിച്ചിറങ്ങി. നിന്നെ പുറത്ത് അഴുക്ക കഴിവുള്ള എന്റെ വീശി വരുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇറങ്ങിപ്പോ. അടുത്ത ടീം വന്നടാ. അങ്ങനെ ആയോ അണ്ണാ? നമ്മളങ്ങനെ ആയോ അണ്ണാ? യെസ് ഞാൻ ചത്തേ. ചെറുച്ചേച്ചി ഞാനില്ലാത്തതിന്റെ ഒരു ഇതുണ്ടല്ലേ. ഇല്ല ഇല്ല ഇല്ല. മേളിൽ നിന്ന് ചാടി ഇറങ്ങി അടിച്ചാൽ ഒരുമിച്ച് അടിച്ചാൽ സെറ്റ് ആയിരിക്കും. നീ അവിടെ ഫ്ലഫി നീ ട്രിക്ക് ഇട എന്തേലും ഒന്ന് ഉപകാരം ചെയ്തോടാ. അവൻ താഴെ നിന്ന് ഇറങ്ങി ഓടി. നിനക്ക് ഇൻഫോ ഉണ്ടോ? ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത് കയറി വന്നേടാ. അയ്യേ സരക്കെ സ്വന്തത്തെ നോക്കായിട്ട് വേറൊരാള് നോക്കാൻ അത്ര നല്ല സ്വഭാവം. എന്തൊരു കഷ്ടം. കാക്കാച്ചി അയ്യോ അയ്യോ കാക്കാച്ചി മലയാളിയാ. അവിടെ തന്നെ ഉണ്ട്. അത്രേ ഉള്ളൂ. അതാണ് ഡുവോ എന്ന് പറയുന്നത്. ആ താഴെ ആരെ ഓരോ ലോക്കായി കിടക്കുന്നു. അയ്യോ ചാവണ്ട വൈ കളിച്ചായി. ഇല്ലൊക്കെ എത്ര വെച്ചുണ്ട്? എനിക്കൊന്നുമില്ല. അതിനൊക്കെ എത്ര കാണുന്നല്ലേ? 5-6 8 2 കിലോ കൂടി എടുക്കണം നമുക്ക്, മനസ്സിലായപ്പോ. അല്ലെങ്കിൽ അടുത്ത കൊഞ്ചണം. എനിക്ക് വയ്യ. അതെന്താണ് കൊഞ്ചുന്നതിന് എന്താണ് ഇത്ര? അല്ല ഇവിടെ ചലഞ്ച് നടക്കാണ്, മനസ്സിലായി? അതിനോട് നീതി വിടുന്നു. പ്ലീസ് 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 എന്നെ നോക്കിക്കൊണ്ട് റീകോൾ ചെയ്യും. എന്നെ നീ ഒന്നുകൊണ്ട് റീകോൾ ചെയ്യും. അവിടെ കണ്ടോ വിപ്സി സെൽഫിഷ് ആണ്. അവിടെ എനിക്ക് എന്റെ കാര്യം നോക്കിയാലോ. കാരണം എന്നെ അവിടെ കഴിഞ്ഞാൽ നിങ്ങളെ വൃത്തിയായിട്ട ആവശ്യമില്ലാത്ത വൃത്തിയായിട്ട വിളിച്ച് ഇല്ല എന്നെ ആവശ്യമില്ലാത്ത അവിടെ സമ്മർദ്ദം നിങ്ങളാണ് കൊല്ലിച്ച് എല്ലാവരും കൂടി. മര്യാദ കളിച്ചോണ്ടിരുന്ന എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്താലും എനിക്ക് പറയണമല്ലോ. എനിക്കത് ഞാൻ മര്യാദയ്ക്ക് അവിടെ നിന്ന് എന്നെ അവിടെ ദിവസം ഞാൻ ചാടി ഇറങ്ങി പോയ ദിവസം ഉള്ള എന്തിനാണ് ഇതിങ്ങനെ നിങ്ങളെ ഞാൻ ഇവിടെ പിടിച്ചൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാൻ വരാം. അത് വേറെ എവിടെയാണ് ബോഡി കിടക്കുന്നത് അതെങ്കിലും അറിയാമോ? നീയൊക്കെ എന്തിനാണ് ഇത്ര നാളായിട്ട് പബ്ജി കളിച്ചത്? അവൻ അതുപോലെ അറിയണം. അവിടെ ഒരു വണ്ടി ഇവിടെ കൊണ്ടു നിർത്തിയില്ലേ നമ്മൾ? ആ വണ്ടി നോക്കൂ. അവന് 3 വർഷമായി പബ്ജി കളിക്കാൻ തുടങ്ങിയിട്ട്. അവന് 3 വർഷം കാച്ചി കാച്ചിക്കൊണ്ടിരുന്ന എന്തിനവൻ? നിനക്ക് വല്ല കില്ലുണ്ടോ? നിനക്ക് വല്ല കില്ലുണ്ടോ? താഴെയാണ്. എന്തിനാ അവനൊക്കെ ടീം ഇങ്ങനെ അധികമായിട്ടിരിക്കുന്നു? വീണ് ചാവുന്ന ഇപ്പൊ ചത്തേനെ. ആ സ്കോഡോസി ആളുണ്ട്. പെട്ടെന്ന് പോയി റീകോൾ. ഫേസ് 4 ആണ് ഇപ്പൊ. റീകോൾ ചെയ്തേ വരാൻ പറ്റൂല. ഞാൻ സെൽഫിഷ് ആയിട്ട് കളിക്കല്ലേ ബ്രോ ഹീലിംഗ് ചെയ്തോണ്ടിരുന്നു. അത് ആരെ കണ്ടിട്ടാണ് അവൻ പഠിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല ആർക്കും. നിന്റെ അച്ഛനെ കണ്ടിട്ടായിരിക്കും പഠിച്ചത്. എനിക്കറിഞ്ഞൂടാ. ശരി 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 ശരി. എന്ത് പറഞ്ഞാലും അച്ഛനെ പറയുമ്പോ അങ്ങ് ജയിച്ചു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. റീകോൾ എനിക്ക് സംസാരത്തിനോട് എനിക്ക് അളിഞ്ഞ വർത്താനത്തിനോട് താല്പര്യമില്ല. എന്തെങ്കിലും കൂടുതലുള്ള കാര്യങ്ങളാണ് എന്തായാലും. വേഗം റീകോൾ ചെയ്താണ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ബന്ധമില്ലാതെ കൂടെ സീരിയൽ കഥ കൊണ്ട് വന്നത് കേൾക്കുന്നത് ഇഷ്ടമല്ല. വേഗം റീകോൾ ചെയ്യണം. പിന്നെന്തിനാണ് ഇഷ്ടപ്പെട്ടത്? കേൾക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് എന്തിനാണ് സംസാരിക്കുന്നത്? ഇവിടെ ഒരു ഗെയിം കളിക്കല്ലേ? ഒരുമാതിരി എന്തിനാണ് ഇത് ആവശ്യമില്ലാത്ത ടോക്സ് ഒക്കെ? ഇവിടെ നമ്മളൊരു ഗെയിമിലാണ്. അത് സീരിയസ്നെസ് കൊടുക്കും. ഇവിടെ ഒരു ചലഞ്ച് നടക്കുന്നത് സീരിയൽ ടോക്കാണ്. എന്ന് വെച്ചാൽ ഗെയിമിലോട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ സീരിയൽ ടോക്കാണ്. ഞാനാണോ അതെടുത്തിട്ടത്? ആണോ അല്ലയോ? അത് പറ. യെസ് ഓർ നോ? എന്തായാലും നീ പറയുന്നത് യെസ് ഓർ നോ പറയാനാണ് എന്റെ ജോലി. നീ ആരും ഇവിടത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടീച്ചറാ. എന്റെ ടീച്ചറാ നീ ചോദിക്കുന്ന ഉത്തരത്തിലുള്ള ആൻസർ പറയാം. എനിക്ക് പറ്റൂല ഉത്തരം പറയാൻ. ഇത് ഹ്യൂമർ തന്നെ. ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞു.
നീ ഞാൻ സാറാ എന്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ നീ ഉത്തരം പറയാം നീ ചോദിക്കുന്ന ഉത്തരം പറയാം എനിക്ക് മനസ്സിൽ ഉത്തരം പറയാം എടാ പാടാ മുണ്ടച്ചി നീ അതിന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ വഴിയെ കൂടി കയറി വരും മറ്റേ ഇടയ്ക്കറി സംസാരിക്കാൻ വരും നിനക്കോ നിന്റെ കാര്യം പറയുമ്പോൾ സംസാരിച്ചത് നീ ഇടയ്ക്കറി സംസാരിക്കാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള കഴിവുകളുള്ള ഇഷ്ടമല്ല ഫ്രണ്ടിൽ നിന്ന് പോകുമ്പോൾ സത്യം തരും എങ്ങോട്ടേലൊക്കെ ചാട് ഇവിടെ എവിടെയൊക്കെ ചാട് ഇവിടെ എവിടെ മിസ് എവിടെയൊക്കെ ആളല്ലോ ഇല്ലാത്ത സ്ഥലം പറഞ്ഞ ഒരു ഗുണവുമില്ല ടി വി കയറിയിട്ട് ഇങ്ങനെ അറിയാൻ പാടില്ലേ പിന്നെ എന്തിനാണ് അറിയുന്നത് നിനക്ക് എന്തേലും അറിയാമോ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും അറിയാന്ന് പറയുമല്ലോ ഇവിടെ ആളുണ്ട് ചത്ത് അടികൊണ്ട് പോയി ചത്തേന് ഇവിടെ മൊത്തം ആളാണുള്ള കാര്യം പറയാം ഞാൻ ഈ വീട്ടിൽ ഇറങ്ങാണ് ഞാൻ വിട്ടിട്ടാണ് പറഞ്ഞത് നീ എന്തെങ്കിലും ആദ്യമേ പിടിച്ചത് കുഴപ്പമില്ല അഹങ്കാരമുള്ളവരൊക്കെ ആദ്യമേ ചാവണം അതാണ് നല്ലത് മരത്തിൽ കൊന്നതിലൊക്കെ ഇടിച്ച് ചാവണ്ട് ഓ എവിടെ മരത്തിൽ തൂക്കി കിടപ്പുണ്ട് ഇപ്പൊ ഇവിടെ നോക്കേ ഒന്ന് വലിയവാനെ കഴാളൊന്നും അല്ലായിരുന്നു കിടപ്പുണ്ട് സെൽഫിഷ് ആയിട്ട് ഒരു വീട് സ്വന്തം വേണോന്ന് പറഞ്ഞ സ്വന്തമായിട്ട് വേണോന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എന്തോ ചെയ്യാനാണ് അതുകൊണ്ടാണ് മാറി ഇറങ്ങിയ ഞാൻ ഇവിടെ ഇറങ്ങുന്നല്ലോ എന്റെ കൂടെ ആരും വരണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പോയി ചത്തിട്ടിരുന്ന് എന്നെ കുറ്റം പറയാം വട കഴിവില്ലാത്ത പറ്റി അതിന്റെ കഴിവ് കൂടിയോണ്ടാണ് തത്തില്ലായിരുന്നു സീനില്ലായിരുന്നു ഇതിപ്പോ എന്ത് ചെയ്യാനാണ് 2 കില്ലൂടെ എടുക്കണല്ലോ കയ്യിലാണ് ഒരു തോക്കും ഇല്ലല്ലോ കിറ്റ് വല്ലോ തരാനുണ്ടോ കിറ്റ് ഓണക്കിറ്റ് മതിയോ സൂപ്പർ ബ്രോ എന്റെ ഒരു ഫോറക്സ് റെഡ് ഔട്ട് ഉണ്ട് ഇത് വെച്ചല്ലേ എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമോ ആ നല്ല ജോക്ക് ഹ്യൂമർ സെൻസിന് വണ്ടി ഉണ്ടോ അതിന്റെ ഇല്ല ഉള്ള വണ്ടി പോയാ സ്മോക്കുണ്ടാ അതുമില്ല പിന്നെ ഇങ്ങോട്ടെങ്ങനെ വരും ഉള്ള വണ്ടി ഇവിടെ എത്തിക്കാൻ പറ്റുമോ സ്മോക്ക് ഒരു സ്മോക്കിലും ഉണ്ടായിട്ട് അറിഞ്ഞൂടാ അവിടെ ഫൈറ്റ് വാ ഈ സമയത്ത് വണ്ടി എടുത്തോ പെട്ടെന്ന് വിടാ ഒരു തോക്കും ഇല്ല എന്തൊരവസ്ഥ മനുഷ്യന് ഇവിടെ ആ സ്കോപ്പിങ് എന്നാ ഞാൻ എന്റെ സ്നേഹം തരാം വേണോ വേണ്ട എനിക്ക് അങ്ങനെ സ്നേഹം കൊണ്ടൊരു ഉപയോഗമൊന്നുമില്ല ഇങ്ങനെ ഇവിടെ എത്തിയില്ലേ ഇതിലൊരു തോക്കെനിക്കാ ബാക്കി ഞാൻ ഏറ്റ് ഇതുപോലെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാള് ഇതിലെന്താണ് സെൽഫിഷ് അവന് സഹായിക്കാതെ തോക്ക് വെച്ചത് അവനെ സഹായിക്കാൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലോ അവനില്ലാത്ത പ്രശ്നമാണ് ബാക്കിയുള്ളവർക്കൊക്കെ ആണ് അവൻ കൊച്ചാന്ന് പറഞ്ഞ അവന് ഇങ്ങനെ അതെ ഓറഞ്ചിലാണ്ടെ അവനെ എന്നെ പിടിക്കുന്നില്ല ഇതൊന്നും അവനെ പിടിക്കുന്ന പോലും ഇല്ല അവന് പിടിക്കണമെന്ന് അറിയത്തില്ല ഞാൻ എന്റെ ഒപ്പീനിയൻ പറയും ഓ ഗുഡ് നോക്കടാ ഗുഡ് നോക്ക് കൊള്ളാം എന്തേലൊക്കെ ഗുണങ്ങളൊക്കെ ഇവനെയൊക്കെ കൊണ്ടൊക്കെ ഉള്ളു ഒരുത്തപ്പോ മരത്തിൽ തൂക്കി കിടക്കുന്നു പ്രായത്തിലെ പോലെ വവ്വാരൊരു കാലം മരത്തിന്റെ ഉള്ളുണ്ട് ഹായ് 2 കില്ലൂടെ എടുത്തിട്ട് സമാധാനമായ ആർക്കെങ്കിലും കില്ലുണ്ടായിരുന്നു ഈ കളി ട്രക്കി നിനക്കൊരു കില്ലുണ്ടാ ഇല്ല എന്നേലും കാണുമോ സ്വന്തത്തിൽ കില്ലുണ്ടോന്ന് ആദ്യമേ നോക്ക് ഞാൻ ഇല്ലെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി ആ എന്നിട്ട് പിന്നെ അവനെ ജഡ്ജ് ചെയ്യുന്ന എന്തിനാണ് നീ ആര് മറ്റേ കോടതിയാ ജഡ്ജിന്റെ കാര്യമൊക്കെ പറയാറ് ന്യായം ഉള്ളിടത്ത് ഞാൻ സംസാരിക്കും ബുള്ളിങ് ഇവിടെ അലോഡ് അല്ല ഞാൻ ഉള്ളപ്പോ ബുള്ളിങ് ഞാൻ സമ്മതിക്കും നിന്റെ സമ്മതം വേണം ഇവിടെ പറയാവോ അപ്പൊ ഈ ഗവൺമെന്റ് പോണം എന്നിട്ട് അതുവഴി പറയാൻ പറ്റും എന്തായാലും ഞാൻ 2 കൽപ്പിച്ചിട്ട് ഓട്ടോ അവിടെ ഇടും രണ്ടും കൽപ്പിച്ച് ഓട്ടത്തിൽ ഞാൻ തിരിച്ചോട്ടൊന്നു പിന്നെ അടിഞ്ഞു വിപ്സി മനസ്സിലായോ ഇപ്പോഴെങ്കിലും മനസ്സിലായോ വിപ്സി ഡോണ്ട് ട്രസ്റ്റ് എനിവൺ മറ്റും சொல்லாதே ഷോക്കില്ല ഒന്നുമില്ല പിന്നെ എന്തിനു ചെയ്യാൻ ഒന്നും ചെയ്യാനില്ലടാ ചത്ത് വിപ്സിയുടെ സ്മോക്ക് ഉണ്ടായിരുന്നില്ലടാ ഒന്നുണ്ട് വെരി ഗുഡ് അത് സൂക്ഷിച്ചു ചാവുന്ന നേരത്തെ അടക്കത്തിന്റെ മേളിലേക്ക് വെക്കണം അടക്കന്റെ മേളിലൊരു ഇത് വെച്ചേരെ അതിലേക്ക് വേണ്ട തോക്കും ബ്ലൂട്ടും അല്ല ഞാൻ അവിടെ ഭദ്രമായി വെച്ചിരുന്നു എടുക്കണേ അവര് പോകുന്ന നോക്കടാ അവര് പോണു സാറേ അപ്പൊ ഓടിപ്പോക്കും എല്ലാരും സോണോട്ട് ഇവനെ റിവൈവും ചെയ്യാം സോൺ അടിക്കൂലേ അമ്മ ഇതേടെ എതിരി അത് അറിഞ്ഞോടങ്ങി ഓടിക്കോ നേരെ ഓടിക്കോ ഒന്നും ചെയ്യാൻ സമയമില്ല ഓടിക്കോണേ നേരെ
ഓടിക്കോ ഓടിക്കോ ഓടി ചത്തു. വിട് വിട്. ഓടിയിരുന്നേ കിട്ടിയത്. നീ എന്റെ കുഞ്ഞ് എന്തിനാ പറക്കാത്തത്? ഒരു ഫസ്റ്റ് എടുത്താണ്. ഇടത്തെ വാക്കി ഇവനെ ആരിവൻ അതിന്റെ മേലേക്ക് മേളിരുന്ന കഴിവറിയായിരുന്നു. ആ സരക്കട ഡ്രീം ചലഞ്ച് എന്താ? ഇല്ല ഡ്രീം ചലഞ്ച് നല്ല കളി കൊള്ളാം. എല്ലാരും കഴിച്ചു.